ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള 1ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂ സിലബസ് പ്രകാരമുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT സയൻസിൽ നിന്നുള്ള 4 ചാപ്റ്റേഴ്സ് ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നമ്മൾ 7ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള സയൻസിൽ നിന്നുള്ള 1ാമത്തെ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് പീലിയുടെ ഗ്രാമം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇവിടെ പീലിയുടെ ഗ്രാമം എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ ഗ്രാമത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വന്നാലോ? ഇവിടെ യാത്രയ്ക്ക് മുമ്പ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. അപ്പം നമ്മൾ 4 കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? യാത്രയ്ക്ക് മുമ്പ് പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ 1ാമത്തെ കുട്ടി ഇതാണ്. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്ക് ഒരു അനിയൻ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുട്ടി, നഗരത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു കുട്ടി. അതുപോലെ തന്നെ 2ാമത്തെ കുട്ടി, എൻ്റെ പേര് അപ്പു, നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അപ്പോൾ ആ കുട്ടിയുടെ വീട് എവിടെയാണ്? നഗരപ്രദേശത്താണ്, പക്ഷേ അവിടെ ഒരു ചേരിയുണ്ട്. ആ ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. അടുത്ത 3ാമത്തെ കുട്ടി, എൻ്റെ പേര് ബിക്കി, നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അടുത്ത 4ാമത്തെ കുട്ടി ഏതാണ്? ഞാൻ ചമേലി. ഞങ്ങൾ ആസാം സ്വദേശികളാണ്. അപ്പോൾ ആസാം സ്വദേശിയായ ഒരു കുട്ടിയാണ് ചമേലി. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 4 കുട്ടികളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. 4 പേരും താമസിക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 1ാമത്തെ കുട്ടി താമസിക്കുന്നത് ക്വാർട്ടേഴ്സിലാണ്. 2ാമത്തെ കുട്ടി ഒരു നഗരത്തിനടുത്തുള്ള ചേരിയിലാണെന്ന് പറഞ്ഞു. 3ാമത്തെ കുട്ടി ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. 4ാമത്തെ കുട്ടി എവിടെയാണ്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തുക. അപ്പോൾ കുട്ടികളോട് അവരെ പരിചയപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് എവിടെയൊക്കെയാണ്? ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ എവിടെയാണ്? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. അടുത്ത്, നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവ് സമയം ചെലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ, വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് കുട്ടികൾക്കായിട്ടുള്ള പഠന റിപ്പോർട്ടാണ്. നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്നതാണ് ഈ യാത്ര. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ വീൽ ചെയറിലിരിക്കുന്ന ആ കുട്ടി ആലോചിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ച് കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് ഈ കുട്ടിയുടെ സംഭാഷണമാണ്.
പാപ്പായും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന കുട്ടിയുടെ സംഭാഷണമാണ്. ഞാൻ എവിടെ പോയാലും മാക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് മൂന്നാമത്തെ കുട്ടിയും പറയുന്നത്. ഇനി നാലാമത്തെ കുട്ടി പറയുന്നത് എന്താണ്? അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ്, നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. അപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, നമുക്കറിയാം വ്യത്യസ്ത സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ആണ് ഓരോ കുട്ടികളും എവിടെ വരുന്നത്? സ്കൂളുകളിൽ വരുന്നത്. ഇനി അപ്പോൾ അങ്ങനെ ഇവരെന്ത് ചെയ്തു? യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തു. അപ്പോൾ എന്തൊക്കെയാണ്? യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രയ്ക്ക് ഒരുക്കുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ? ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് കുട്ടികൾ ബാഗിൽ കരുതിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവരെന്തൊക്കെയാണ്? ടവല്, അതുപോലെ ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, അങ്ങനെ അവർക്ക് ആവശ്യമായ സാധനങ്ങളാണ് അവരെടുത്ത്. മറ്റുള്ളവർ മാറ്റി നിർത്തുമോ എന്ന് പേടിക്കുകയാണ് ആര്? നമ്മളെ ചമേലി എന്ന് പറയുന്ന ഈ കുട്ടി. അമ്മ ഒറ്റയ്ക്കാകുമോ എന്ന ഭയമാണ് നമ്മുടെ ഇവിടെ ചേരിയിൽ താമസിക്കുന്ന കുട്ടിക്കുള്ളത്. എല്ലായിടത്തും പോകാനാകുമോ എന്ന് ആലോചിക്കുകയാണ് ഇവിടെ വീൽ ചെയറിലിരുന്ന് പറഞ്ഞിരുന്ന ആ കുട്ടി. അപ്പോൾ നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ? നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന കുട്ടി ചോദിക്കുകയാണ്, എന്താണ് നഗരത്തിലെ സൗകര്യം അവിടെ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും? അപ്പോൾ യാത്രയ്ക്കായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് കരുതുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക. ഇതൊക്കെ കുട്ടികൾക്കുള്ള വർക്കുകളാണ്. ഇനി ഇവരെന്ത് ചെയ്തു? പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയി ഒന്നിച്ചൊരു ഗാനം പാടിയാലോ? അപ്പോൾ അവർ ആലോചിക്കുകയാണ്, ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? അവർ 4 പേരും ഒന്നിച്ച് ഒന്നാം മലയിൽ കയറണ്ടേ, അവിടെ നിന്ന് തലയും കുത്തി മറിയണ്ടേ എന്ന നമ്മുടെ ഏതാണ് കല്യാണരാമനിലെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. യാത്രാഗാനങ്ങൾ അറിയാമോ? അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെന്ത് ചെയ്തു? നഗരത്തിൽ നിന്ന് ഉള്ള കുട്ടികൾ എവിടെ എത്തി? പീലിയുടെ ഗ്രാമത്തിലെത്തി. ഹായ്, അതാ പീലിയുടെ ഗ്രാമം. അപ്പോൾ ഇതാണ് എന്ത്? ഗ്രാമം. അതാ പീലി. എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു, എന്താ ഇത്ര വൈകിയത്? അപ്പോൾ പീലി കൂട്ടുകാരോട് ചോദിച്ചു. പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കും. അപ്പോൾ അവരെന്തായിരിക്കും പറഞ്ഞിട്ടുള്ളതെന്ന് എഴുതി ചേർക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അപ്പോൾ പീലിയുടെ ഗ്രാമം എന്താണ്? അതിമനോഹരമായ ഗ്രാമമാണ് അല്ലേ? അപ്പോൾ ധാരാളം കൃഷിയിടങ്ങൾ, വൃക്ഷങ്ങൾ, അങ്ങനെയൊക്കെയുള്ള നല്ല മനോഹരമായ ഗ്രാമങ്ങളാണ് പീലിയുടെ ഗ്രാമം എന്ന് പറയുന്നത്. പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാ ചിത്രം നോട്ട്ബുക്കിൽ വരച്ച് നോക്കൂ. കുട്ടികൾക്കുള്ള വർക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് എൻ്റെ അമ്മ. എല്ലാവരും വരൂ, ഒത്തിരി നടന്ന് ക്ഷീണിച്ച് കാണുമല്ലേ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് അമ്മ പറയുന്നുണ്ട്. എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന കുട്ടി പറയുകയാണ്, എനിക്ക് കഴിക്കാനുള്ളത് എന്താണ്? വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. പിന്നെ അവൻ്റെ ഒരു ജാട,
അതൊക്കെ മോനെന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമൊക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ പീലിയുടെ അമ്മ പറയുകയാണ് എന്താണ്, ഗ്രാമത്തിൻ്റെ സവിശേഷതയാണ് ഇവിടെ വിവരിക്കുന്നത്. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് എന്താണ് അവർ ചോറ് വയ്ക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെന്താണ്, നാടൻ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമൊക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഗ്രാമത്തിൻ്റെ ഭംഗിയാണ് അവിടെ പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത് എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട്. പീലി വളരെ നന്നായിട്ടുണ്ട്, എന്ത് നല്ല രുചി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേ. നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛൻ വയലിലുണ്ടാവും, അങ്ങോട്ട് പൊയ്ക്കോളൂ, ഗ്രാമവും കാണാമല്ലോ. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി വിവരിക്കുന്ന ചിത്രമാണ് അവിടെ തന്നിരിക്കുന്നത്. കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. ഇനി എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും പീലി? ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു. നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാ എനിക്ക് തോന്നണേ. അപ്പോൾ നഗരത്തിലെയും അതുപോലെ ഗ്രാമത്തിലെയും പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. അപ്പം നഗരത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? നഗരത്തിൽ പിന്നെ റേഞ്ച്, അതായത് വൈഫൈ ഉണ്ട്, അതുപോലെ ഗെയിം കളിക്കാം എന്നൊക്കെയാണ് നഗരത്തിൽ താമസിക്കുന്ന കുട്ടി പറയുന്നത്. അപ്പോൾ നഗരത്തേക്കാൾ ഇവിടെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് മറ്റൊരു കുട്ടി പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പവും രണ്ട് തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ നമുക്കറിയാം, വിക്കി എന്ന് പറയുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ചേരിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചേരിയിൽ താമസിക്കുന്നവർക്ക്, ചേരിയിലാണെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചേരിയിലുണ്ട്. അതുപോലെ അപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ അവരുടേതായ കളികളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലെന്ന് പറയുമ്പോൾ മുറ്റത്തൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർ കൂടുതലും എങ്ങനെയായിരിക്കും? മൊബൈലിൽ അതുപോലെ ഗെയിം ഒക്കെ കളിച്ചായിരിക്കും അവരുടെ സമയം പോകുന്നത്. ഇവിടെയും പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. അപ്പം ഗ്രാമപ്രദേശങ്ങളിൽ നഗരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അവരുടെ കളി രീതികൾ എന്നാണ് പറയുന്നത്. വരൂ, പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാം. നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കുക. അപ്പോൾ കുട്ടികൾ അവരുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് വീഡിയോ തയ്യാറാക്കാനായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഗ്രാമഭംഗി. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമമെന്ന് കണ്ടറിയൂ. അപ്പോൾ പീലിയുടെ ഗ്രാമമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. അപ്പോൾ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രാമത്തിൽ എന്തുണ്ട്? ആഴ്ച ചന്തകളുണ്ട്. ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് ഗ്രാമത്തിലെ ചന്ത എന്ന് പറയുന്നത്. അവിടെ അന്നാണ് ഗ്രാമവാസികൾ എവിടെ എത്തുന്നത്? ചന്തയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുന്നതും ഈ ആഴ്ച ചന്തകളിലാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ ആഴ്ചയിൽ ഒരിക്കൽ നടത്തുന്ന ചന്തയാണ് ആഴ്ച ചന്ത എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ചന്തയിലെ വസ്തുക്കൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളും സമ്മാനിച്ചു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇതാണ് ഓലത്തൊപ്പി. കുട്ടികൾക്ക് ഓലത്തൊപ്പി, അതുപോലെ തന്നെ
എന്താണ് അവർക്ക് കുട്ട അതുപോലെ വസ്ത്രങ്ങൾ ഒക്കെ എന്ത് ചെയ്തു വാങ്ങിക്കൊടുത്തു. ഓല, കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്കും എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം, നിങ്ങൾ ഉണ്ടാക്കിയവ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അപ്പോൾ കുട്ടികൾ ഉണ്ടാക്കിയ ഓല കൊണ്ടും പേപ്പർ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ വസ്തുക്കളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കുട, അതുപോലെ ഓല കൊണ്ട് തൊപ്പി, അങ്ങനെ അലങ്കാര വസ്തുക്കൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്തൽ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. അപ്പോൾ പീലി പറയുന്നുണ്ട് എന്താണ് കുളത്തിലെ സവിശേഷതയാണ് പറയുന്നത്. ഈ ഗ്രാമത്തിൽ എന്താണ് ഇതുപോലെ ധാരാളം കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്തൽ പഠിച്ചത് ഈ കുളങ്ങളിൽ നിന്നാണെന്ന് പീലി പറയുന്നുണ്ട്. ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ് എന്നാണ് ഈ കുട്ടി പറയുന്നത്. കൊയ്ത്തിന് ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലാണ് എന്ത് നടക്കുന്നത്? കാളപൂട്ട് മത്സരം നടക്കുന്നത്. അപ്പോൾ കാളപൂട്ട് മത്സരം നടക്കുന്നത് കൊയ്ത്തിന് ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് എന്ത് നടക്കുന്നത്? കാളപൂട്ട് മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യം കൊയ്തതിന് ശേഷം പാടം രണ്ടാം വിളയിറക്കലിന് ഇങ്ങനെ ഉഴുതുമറിച്ചിട്ടിരിക്കും. ആ വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. ഇനി അടുത്തെന്താണ്? ഗ്രാമപ്രദേശത്തിലെ ഉത്സവമാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഉത്സവങ്ങളുണ്ട്, അതുപോലെ പെരുന്നാളുണ്ട്, ഉറൂസുണ്ട്, മേളകൾ, കായിക മത്സരങ്ങൾ, ഇതൊക്കെ ഓരോ നാട്ടിലും ഉണ്ട്. ഇനി അവർ ഇവിടെ ആഘോഷങ്ങളാണ്. ഇവർ ഓരോ പീലിയും കൂട്ടുകാരും നിങ്ങളുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ എല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ടെഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാത്രിയായി അവരെന്ത് ചെയ്തു? ആകാശത്തെ ഇങ്ങനെ ചന്ദ്രനെയൊക്കെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക? നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കുട്ടികൾക്ക് വരയ്ക്കാനായിട്ട് ഒരു ചിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പീലി, നിൻ്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്. അപ്പോൾ കുട്ടികൾ പറയാണ് പീലിയുടെ ഗ്രാമം എന്ന് കണ്ടപ്പോൾ അവർ പറയുന്നത് എന്താണ്? പീലിയുടെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്. എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി എന്ന് ചേരിയിൽ താമസിക്കുന്ന കുട്ടി പറയുന്നുണ്ട്. ഇനി നഗരജീവിതം മാത്രം രസകരമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. അപ്പോൾ നഗരത്തിൽ മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളത് എന്ന് വിശ്വസിച്ചപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി എന്നാണ് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന കുട്ടിയുടെ സംഭാഷണം. എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചമേലിയും ആസാമിലെ കാര്യമാണ് പറയുന്നത്. എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണെന്ന് മാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കുക. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സ്ഥലം പോലെ അത് മികവുറ്റതാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും.
അതുപോലെയാണ് ഇവിടെയും പറയുന്നത് എന്താണ്, പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകളോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൂട്ടുകൾ അവിടേക്ക് വന്നത്. അത്തരം ചിന്തകളിലൂടെയല്ലേ അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്. ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ? പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. അപ്പം ഗ്രാമം എന്ന് കണ്ടപ്പോൾ എന്താണ്, നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാകൂ എന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ എന്താണ്, അവരുടെ ആ ചിന്ത മാറി. വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണ്, നമ്മുടെ താമസിക്കുന്നത് ഏത് പ്രദേശത്താണോ അവിടെ മാത്രമേ സന്തോഷമുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് ഈ യാത്ര ഈ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അത് മാറി. അപ്പോൾ ഇവിടെ ആസാമിൽ നിന്ന് വന്ന കുട്ടി മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതാണ് എന്ന ഒരു ചിന്ത വരുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭയം മാറി എന്നാണ് കുട്ടി പറയുന്നത്. എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല എന്നാണ് അടുത്ത ആളിൻ്റെ അഭിപ്രായം. അപ്പോൾ 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവയ്ക്കൂ. ഇനി ഇവിടെ തുടർ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമനഗര പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. കുട്ടികൾക്കുള്ള വർക്കുകളാണ്. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ സാമൂഹിക സവിശേഷതകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഡോക്യുമെൻ്ററി ടീച്ചറുടെ പിന്തുണയോടെ തയ്യാറാക്കുക. എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക. സെമിനാറിൽ ഉൾപ്പെടുത്തേണ്ടവ ഏതൊക്കെയാണ്? പരിസ്ഥിതി, ഭക്ഷണ രീതികൾ, കൃഷി, മാർക്കറ്റ്, കളികൾ, കളിസ്ഥലങ്ങൾ, ആഘോഷങ്ങൾ, രാത്രികാല കാഴ്ചകൾ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ, പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. അപ്പോൾ ഇത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് അധികം ഒന്നും പഠിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിലും നമ്മൾ ഒരു ചാപ്റ്റർ എന്ന നിലയിൽ, 1ാമത്തെ ചാപ്റ്റർ എന്ന നിലയിൽ ഈ ചാപ്റ്റർ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചാപ്റ്റർ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള, വളരെയേറെ PSCയുടെ ആംഗിളിലൂടെ നോക്കിയാൽ വളരെയേറെ PSCക്ക് ചോദിക്കുന്ന നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.